എല്ലാവർക്കും നമസ്കാരം. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്ന RVNL, ഈ പേര് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും മനസ്സിൽ വരുന്നതെന്താ? കുതിച്ചുയരുന്ന സ്റ്റോക്ക് പ്രൈസ് അല്ലേ? പക്ഷെ ഈ കാണുന്ന ആഘോഷങ്ങൾക്കപ്പുറം ഇതിന്റെ യഥാർത്ഥ കണക്കുകൾ നമ്മളോട് വേറൊരു കഥയാണോ പറയുന്നത്? വാ, നമുക്കൊന്ന് ശരിക്കും ആഴത്തിൽ പരിശോധിച്ചു നോക്കാം. ഓക്കെ, തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. നമ്മളിവിടെ ചെയ്യുന്ന ഈ വിശകലനം ഇത് പൂർണ്ണമായും വിവരങ്ങൾ നൽകാൻ വേണ്ടിയുള്ളതാണ്. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. പിന്നെ ഇതിലുള്ള ചില ഇൻസൈറ്റ്സ് ഒക്കെ ഒരു AI ഡ്രിവൺ ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ്. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു വാചകം ഒന്ന് കേട്ടുനോക്കൂ. എല്ലാവരും RVNLന്റെ ഏറ്റവും പുതിയ ക്വാർട്ടർലി നമ്പറുകൾ ആഘോഷിക്കുകയാണ്. പക്ഷേ അതിന്റെ ബാലൻസ് ഷീറ്റ് ഒരു വലിയ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട്. കേട്ടിട്ടൊരു സസ്പെൻസ് തോന്നുന്നില്ലേ? എന്തായിരിക്കും ആ രഹസ്യം? നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം തന്നെ സാധാരണയായി എല്ലാവരും കാണുന്ന RVNLന്റെ ആ ഒരു ചിത്രം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒറ്റ നോട്ടത്തിൽ ഇത് റെക്കോർഡ് ബ്രേക്കിംഗ് ഗ്രോത്തിന്റെ ഒരു ഗംഭീര കഥയാണ്. ഈ നമ്പറുകളിലേക്ക് ഒന്ന് നോക്കിയേ. Q3യിൽ നിന്ന് Q4ലേക്ക് വരുമാനം എങ്ങനെയാ കുതിച്ചുയർന്നിരിക്കുന്നതെന്ന് കണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഇത് ശരിക്കും ഗംഭീരമാണല്ലേ? ഈ ഒരു വളർച്ചയുടെ കഥ തന്നെയാണ് മിക്കവരെയും RVNLലേക്ക് ആകർഷിക്കുന്നതും. പക്ഷേ ഒരു മിനിറ്റ്, ഇതാണോ ശരിക്കും മുഴുവൻ കഥയും? ഈ കുതിച്ചുയരുന്ന വരുമാന കണക്കുകൾക്ക് പിന്നിൽ നമ്മൾ കാണാത്ത എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? അപ്പോ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അതായത്, വളർച്ചയും കയ്യിൽ കിട്ടുന്ന പണവും രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ശരിക്കും പണം എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ താരതമ്യം ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം. ഒരിടത്ത് രേഖപ്പെടുത്തിയ വരുമാനം റോക്കറ്റ് പോലും മുകളിലേക്ക് പോകുന്നു. പക്ഷേ മറുവശത്ത് പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം അതേതാണ്ട് ഒരേ നിലയിൽ നിൽക്കുകയാണ്. അതായത്, വരുമാനം പേപ്പറിൽ കൂടുന്നു, പക്ഷേ കാശ് കയ്യിലേക്ക് വരുന്നില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു റെഡ് ഫ്ലാഗ്. പിന്നെ RVNLന്റെ ഭയങ്കര വലിയ ഓർഡർ ബുക്കിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ടല്ലേ? പക്ഷെ ഒരു കാര്യം ആലോചിക്കൂ. ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പ തന്നെ പണം കിട്ടിയെന്നാണ് അർത്ഥം? ഒരിക്കലുമല്ല. പല പ്രോജക്റ്റുകളും തീരാൻ 3-4 വർഷം എടുക്കും. ഇതിനിടയിൽ എന്തെങ്കിലും കാലതാമസം വന്നാലോ? ഈ പറയുന്ന കണക്കുകൾക്ക് എന്ത് സംഭവിക്കും? ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. വരുമാനം പേപ്പറിൽ കൂടുന്നുണ്ട്, പക്ഷെ ക്യാഷ് കയ്യിൽ കിട്ടുന്നില്ല. ഇനി അടുത്ത ചോദ്യം, കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ശരിക്കും എത്ര ലാഭമുണ്ടാക്കുന്നുണ്ട്? മാർജിനുകൾ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, 2026-ൽ സ്റ്റീൽ പോലെയുള്ള റോ മെറ്റീരിയൽസിന്റെ വില ഭയങ്കരമായിട്ട് കൂടി. പക്ഷേ RVNL 2 വർഷം മുൻപ് തന്നെ പല കോൺട്രാക്റ്റുകളും പഴയ വില വെച്ച് ഒപ്പിട്ടിരുന്നു. എന്താ സംഭവിക്കുന്നത്? കൂടിയ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് പഴയ വിലയ്ക്ക് പണി തീർത്ത് കൊടുക്കേണ്ടി വരുന്നു. സ്വാഭാവികമായും ലാഭം ഇടിയും, അല്ലേ? ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. RVNLന്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ താഴേക്ക് പോകുന്നതായിട്ട് കാണാം. അതേസമയം ചില സ്വകാര്യ കമ്പനികൾ അവരുടെ മാർജിൻ സ്റ്റേബിളായിട്ട് നിർത്തുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ചെയ്യുന്നു. ഇത് കമ്പനിയുടെ കോമ്പറ്റീറ്റീവ്നെസ്സിനെക്കുറിച്ച് എന്താണ് നമ്മളോട് പറയുന്നത് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ശരി, ഇനി നമുക്ക് അത്ര പെട്ടെന്നൊന്നും കണ്ണിൽപ്പെടാത്ത പക്ഷേ കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള ചില വിള്ളലുകളെയും റിസ്കുകളെയും കുറിച്ച് സംസാരിക്കാം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഓർഡർ ബുക്കിന്റെ 90% വരുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഒരൊറ്റ സ്ഥലത്ത് നിന്ന്, ഇന്ത്യൻ ഗവൺമെന്റ് ബഡ്ജറ്റിൽ നിന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നാളെ സർക്കാർ നയങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നാലോ, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഒന്ന് കുറച്ചാലോ? ഒരു സ്രോതസ്സിനെ മാത്രം ഇങ്ങനെ അമിതമായി ആശ്രയിക്കുന്നത് ഒരു വലിയ റിസ്ക് തന്നെയല്ലേ? ബോട്ടിൽ നെക്ക് എഫക്റ്റ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? സംഭവം സിമ്പിളാണ്. ഒരുപാട് ഓർഡറുകൾ ഒന്നിച്ചു വരുമ്പോ ഒരു കുപ്പിയുടെ കഴുത്തുപോലെ എല്ലാം കൂടി ഒരു സ്ഥലത്ത് ടൈറ്റാകും. പ്രോജക്റ്റുകൾ വൈകാൻ തുടങ്ങും, ഫൈൻ അടിക്കേണ്ടി വരും. പക്ഷേ ഈ നഷ്ടങ്ങളൊന്നും നമ്മൾ കാണുന്ന ഹെഡ്ലൈൻ നമ്പറുകളിൽ ഒരുപക്ഷെ കണ്ടെന്നു വരില്ല. കമ്പനി ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ്സിലാണോ എന്ന് സംശയിക്കാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി, പണം കിട്ടാൻ താമസിക്കുന്നു. അതായത് ട്രേഡ് റിസീവബിൾസ് കൂടുന്നു. രണ്ടാമത്, കടം കൂടുന്നതുകൊണ്ട് അതിന്റെ പലിശ അടയ്ക്കുന്ന ചെലവും കൂടുന്നു. ഇത് പുതിയ പ്രോജക്റ്റുകളിൽ നിന്നുള്ള ലാഭം എടുത്തുകളയുന്നു. ഇതിനൊക്കെ പുറമെ ബാലൻസ് ഷീറ്റിൽ കാണാത്ത ചില ഓഫ് ബാലൻസ് ഷീറ്റ് ബാധ്യതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നമ്മൾ എങ്ങനെയാണ് ഈ യാഥാർത്ഥ്യങ്ങളെ കാണേണ്ടത്? ഊതിപ്പെരുപ്പിച്ച കണക്കുകളിൽ നിന്ന് നല്ലൊരു നിക്ഷേപത്തെ എങ്ങനെ തിരിച്ചറിയാം? ഈ വലിയ സംഖ്യയിലേക്കൊന്ന് നോക്കൂ. ഇതാണ് നിലവിലെ PE അനുപാതം. വളരെ ലളിതമായി പറഞ്ഞാൽ, കമ്പനിയുടെ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ
ഓഹരിയുടെ വില വളരെ കൂടുതലാണ് എന്നൊരു സൂചനയാണിത്. അതായത് സ്റ്റോക്ക് ഒരുപക്ഷെ ഓവർവാല്യൂഡ് ആണോ എന്നൊരു സംശയം ഇവിടെ വരുന്നുണ്ട്. അപ്പോ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ സ്വയം പരിശോധിക്കാൻ ഇതാ ഒരു 4 പോയിന്റ് ചെക്ക് ലിസ്റ്റ്. 1. വരുമാനം മാത്രം നോക്കാതെ ക്യാഷ് ഫ്ലോ എങ്ങനെയുണ്ടെന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. 2. ലാഭത്തിന്റെ മാർജിൻ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് വിശകലനം ചെയ്യുക. 3. കടം കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 4. ഓർഡർ ബുക്ക് ഒരൊറ്റ കസ്റ്റമറെ മാത്രം ആശ്രയിച്ചാണോ ഇരിക്കുന്നത് എന്ന് വിലയിരുത്തുക. അപ്പം നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ്: ഈ കാണുന്നത് ഒരു ഊഹക്കച്ചവടം കൊണ്ടുണ്ടായ റെയിൽവേ ബബിളാണോ, അതോ നമ്മൾ ഈ പറഞ്ഞ വെല്ലുവിളികളൊക്കെ മറികടക്കാൻ കെൽപ്പുള്ള ഒരു യഥാർത്ഥ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണോ ഇത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ സ്വന്തം ഗവേഷണത്തിലൂടെയാണ്. നന്ദി.